ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനോ അതിന് വലിയൊരു എഫക്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് വളരെ നല്ല മനസ്സുണ്ടെങ്കിൽ അത് എല്ലാ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. നല്ല മനസ്സും ദൈവത്തോടുള്ള പ്രാർത്ഥനയും. അതാണ് ദൈവത്തിനോട് നമ്മൾ എത്രത്തോളം അടുത്ത് ചെല്ലുമ്പോൾ ആ പ്രതിസന്ധികളൊക്കെ ഒക്കെ മാറിക്കിട്ടും. അത് സത്യമാണ്. ഞാൻ ഇത്രയൊക്കെ ആവുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരുന്നു തോന്നുന്നു. കാരണം നമുക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു, അതിനുള്ള ഫലം അതന്നെ സർവേശ്വരൻ തരുന്നു. നല്ല മനസ്സിലെങ്കിൽ വഴി എങ്ങനെ ഉണ്ടാവും. ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഈ ആത്മവിശ്വാസത്തിന്റെ രഹസ്യം എന്താണ്? ഈ ഒരു ആത്മവിശ്വാസത്തിന് ഒരു രഹസ്യം ഉണ്ടാവുമല്ലോ. കാരണം ആ ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം ഇല്ലാത്ത ഒരുപാട് പേർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. എൻ്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെയാണ്. ഒന്ന്. രണ്ടാമത് എൻ്റെ ബാപ്പയും ഉമ്മയും വലിയ പുണ്യം ചെയ്ത ആൾക്കാരാണ്. എത്രയോ പശുക്കുന്ന ആൾക്കാർക്ക് സ്വന്തം കൈ അവരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഞാൻ വന്ന വഴി അങ്ങനെയാണ്. എനിക്ക് എല്ലാവരോടും കടപ്പാട്, ഏത് രാഷ്ട്രീയമായിട്ട് ഏതായിട്ടൊന്നും എന്നോട് ആർക്കും ഒരു വെറുപ്പില്ല. അതെ, ഞാനൊക്കെ സ്കൂളിലൊക്കെ നമ്മളും പിന്നെ അബ്ദുൽ റസാഖ് സാഹിബൊക്കെ ഞങ്ങളൊക്കെ കുറേ അധ്വാനിക്കുന്നു, കുറേ പണം ഉണ്ടാക്കുന്നു. അതിനൊക്കെ പിന്നെ ഞങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല സ്കൂളും ഇതൊക്കെ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത്. കുറേ നമ്മളെ ഈ ജീവിതം ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടണമെങ്കിൽ ഇങ്ങനെ സ്കൂളിൽ പോവുക, കുട്ടികളെ കാണുക, അവരെ സമൂഹത്തിന് നന്മ ചെയ്യുക. അതിൽ മാത്രമേ നമുക്ക് സംതൃപ്തി ഉള്ളൂ. ഒരു വ്യക്തി അത് നമുക്ക് ഇവിടെ മാത്രമല്ല പരലോകത്തും നമുക്കത് രണ്ട് ലോകത്തും നമുക്ക് സമാധാനം കിട്ടും. ഒരു വ്യക്തി സമൂഹത്തിനോട് എത്രമാത്രം പ്രതിബദ്ധതയുള്ള ആളായിരിക്കും? ഒരു വ്യക്തിക്ക് സമൂഹത്തിനോട് നാം ആരാണെന്ന് വിചാരിച്ചിട്ട് വരുന്നവരല്ല. അത് എല്ലാ ഈ ഏറ്റവും ഇറക്കമൊക്കെ ഭൂമിയിൽ എല്ലാവർക്കും ഉള്ളത്. അതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, നമ്മൾ ആത്മവിശ്വാസത്തോടെ നീങ്ങിയാൽ, പഴയ ആൾക്കാരുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി എപ്പോഴും നമ്മൾ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളതായിരിക്കണം, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ. അതാണ് വേണ്ടത്. അതന്നെ ദൈവം ആ രീതിയിലാണല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളാരും ഒറ്റപ്പെട്ടവരല്ല, എല്ലാം സഹായിക്കണം. പിന്നെ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏത് മതങ്ങളായാലും ആ രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിക്കും മതഭേദങ്ങൾ അറിയുന്നവർ അതൊക്കെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്നവരും പിന്നെ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയാണ് ചെയ്യണം. ജാതി മത ചിന്തകൾക്ക് അതീതമായി ജീവിക്കണം. അവരെ സഹോദരങ്ങളെ പോലെ ഖുർആനും പഠിപ്പിച്ചത്. അതൊക്കെ ഉൾക്കൊള്ളുന്ന ആൾക്ക് യാതൊരു പ്രയാസവും ഇല്ല. ഈ ലോകത്തും പ്രയാസം ഉണ്ടാവില്ല, വേറൊരു ലോകത്തും പേടിയില്ല, പ്രയാസമില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ സമാധാനം കിട്ടും. അതിൽ വിശ്വസിച്ചാണ് മുന്നോട്ട്. തീർച്ചയായും അതാണ് നമ്മുടെ ആത്മവിശ്വാസം. അതാണ് പ്രതിബദ്ധത. ഒരു ബിസിനസ്സുകാരനെ പലപ്പോഴും നമ്മളൊരു ബിസിനസ്സുകാരനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഒരു രാഷ്ട്രീയക്കാരനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും അവരുടെ മുഖത്ത് വളരെ ടെൻഷൻ ഉണ്ടാകുന്നു. താങ്കളുടെ മുഖത്ത് വളരെ പ്ലസന്റ് ആയിട്ട് ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ രഹസ്യം എല്ലാവരും പറയുന്നതാണ്. ഞാൻ അങ്ങനെ ടെൻഷൻ എടുക്കില്ല. കാരണം ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു ഫീൽഡാണ് ബിസിനസ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉള്ള, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട രാഷ്ട്രീയ പ്രവർത്തനം. കാരണം രാഷ്ട്രീയത്തിലും ടെൻഷൻ തന്നെയാണ്. ഈ രണ്ട് ഫീൽഡിലും ടെൻഷൻ അനിവാര്യമാണ്. ഈ സ്ഥാനത്ത് താങ്കൾ നിൽക്കുമ്പോൾ ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ ചിരിച്ചുകൊണ്ട് വളരെ ഇതാണ്. അതിന്റെ ഒരു രഹസ്യം എന്താണെന്നും കൂടെ അറിഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഞാൻ എല്ലാ രംഗത്തും ഒരുപോലെ പ്രവർത്തിക്കുകയും എല്ലാവരും ഒരുപോലെ കാണുകയും എല്ലാ മതക്കാരെയും എല്ലാ ജാതിക്കാരെയും എല്ലാ വിഭാഗത്തെ ഒരുപോലെ കാണുവാനും അങ്ങനെ എല്ലാവരുമായി ഇടപഴകുവാനും ഒക്കെ സാധിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇത് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊന്നും എൻ്റെ മനസ്സിൽ തട്ടുന്നേയില്ല. അതുപോലെ തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അധ്വാനിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഇന്നതാവും എന്നുള്ളൊരു വ്യാമോഹം എനിക്കുണ്ടായില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. സ്വപ്നം ഉണ്ടായിരുന്നില്ല. അതെല്ലാം നമ്മളെ തേടി വരികയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തത് നമ്മളെ തേടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് കാരണം നമുക്ക് ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമോ അതെല്ലാം നമ്മളെ പ്രതീക്ഷിക്കാതെ നമ്മുടെ അടുത്തേക്ക് കൈ വരുന്ന ഒരു സന്തോഷം. അതുകൊണ്ടാണ് എൻ്റെ ഈ ചിരിയും സന്തോഷവും. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനോ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. നമുക്ക് സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നതിനേക്കാളും നല്ല സമൂഹത്തിൽ നമ്മളെ എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു,
എവിടെ പോയാലും എനിക്കൊരു പ്രസിഡന്റ് സ്ഥാനമോ പിന്നെ ഏതെങ്കിലും ഒന്നിൻ്റെ സ്ഥാനങ്ങൾ ആവശ്യമില്ല. സമൂഹത്തിൻ്റെ രംഗത്ത് എവിടെ പോയാലും എനിക്ക് ആ സ്ഥാനം, അതിനേക്കാൾ ഉയർന്ന സ്ഥാനം സമൂഹം എനിക്ക് തരുന്നുണ്ട്. അതാണ് നമ്മുടെ സ്വഭാവത്തിന്റെ മഹിമ. കിങ് മേക്കർ. അതെ അതെ, കിങ് മേക്കർ. അതെ, അത് അവരെ സൃഷ്ടിക്കുന്നവർ. അതാണ് രസം. അതാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എപ്പോഴും അപവാദങ്ങളുടെയും പ്രശ്നങ്ങളുടെയും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ഒരു നന്മ ചെയ്യാൻ പോകുമ്പോൾ അത് നമുക്ക് തിരിച്ചടിയാവും എന്ന് കാണുമ്പോൾ അത് എത്രമാത്രം വേദനിക്കാറുണ്ട്? ഇല്ല, അങ്ങനെയില്ല. സമൂഹത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് സമൂഹത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള ആ ബോധ്യത്തോടു കൂടി നമ്മൾ ചെയ്താൽ അങ്ങനെ ഒരു പ്രശ്നമാവില്ല. നമുക്ക് നമ്മുടെ പ്രവൃത്തി നേരായ മാർഗത്തിലാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് കുറച്ച് അല്ലെങ്കിൽ പിന്നെ ആൾക്കാരുടെ അടുത്ത് കുറച്ച് എന്തെങ്കിലും ചീത്ത പേരോ അതോ കേട്ടാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മേന്മ കൊണ്ട് നല്ല ഇന്നില്ലെങ്കിൽ നാളെ അത് മനസ്സിലാക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മളോട് പ്രാർത്ഥനയും ഇതൊക്കെ ഉണ്ടാവും. അതിൽ വിശ്വസിക്കുന്നവർ. ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഫ്യൂച്ചറിൽ എനിക്ക് വലിയ സ്വപ്നങ്ങളില്ല. മക്കളാണ്, ആൺമക്കളാണ്. അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുത്ത് ഒരു വഴിക്ക് കൊണ്ടുപോകും. പിന്നെ വലിയ സമ്പാദ്യത്തിനൊന്നും ആഗ്രഹം എനിക്കില്ല. ജീവിതത്തിൽ നന്നായിട്ട് ഇങ്ങനെ പോകണം, സമൂഹത്തെ സേവിക്കണം, അതിനുവേണ്ടിയുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ടാക്കും. കുടുംബത്തെ കുറിച്ച്? ഞാൻ ഹൗസ് വൈഫാണ്. 5 ആൺമക്കൾ. മൂത്ത ആള് അഹമ്മദ് ആഷിഫ്. അവന് ഫെബ്രുവരിയിൽ കല്യാണം കഴിഞ്ഞു. അഹമ്മദ് ആഷിഫ്. അപ്പോൾ ബിസിനസ്സിൽ സഹായിക്കുന്ന മൂത്ത മകനാണ്. രണ്ടാമത്തെ മകന്റെ പേര് അർഷാദ്. ഗൾഫിലാണ്. ഒന്ന് അസറുദ്ദീൻ, MBA ഒക്കെ പഠിക്കുന്നു. നാലാമത്തവന് BBM പഠിക്കുന്നുണ്ട്. പേര് അനസ്. ലാസ്റ്റ് മകൻ അജ്മൽ. എന്തിനു പഠിക്കുന്നു? അവന് +1 പഠിക്കുന്നു. വളരെ സന്തോഷമായിട്ടുള്ള കുടുംബജീവിതം. വളരെ സപ്പോർട്ടാണ്. കാരണം ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് കുടുംബത്തിന്റെ കെട്ടുറപ്പ് വളരെ വലുതാണ്. എത്രത്തോളമാണ് ഈ തിരക്കേറിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിലും ബിസിനസ്സുകാരൻ എന്ന നിലയിലും കുടുംബത്തിൽ നിന്ന് എത്രമാത്രം സപ്പോർട്ടാണ് കിട്ടുക? എൻ്റെ ഭാര്യയുടെ സപ്പോർട്ട് വളരെ വലുതാണ്, വലിയ വലുതാണ്. കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ആവാൻ തീർച്ചയായിട്ടും അതാണ് സത്യം. വളരെ നന്ദി. തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി ഒരുപാട് നന്ദി. താങ്ക് യു. സർവേശ്വരൻ ആരോഗ്യവും ആയുസ്സും നീട്ടിക്കൊടുത്ത് ഒരുപാട് നന്മ ചെയ്യുന്ന, സമൂഹത്തിൽ നന്മകൾ മാത്രം ചെയ്യുന്ന ഈ അബൂബക്കർ ഹാജി പോലുള്ള ആൾക്കാർ സമൂഹത്തിന് ആവശ്യമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ഏറ്റവും വലിയ ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റെതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഏറ്റവും വലിയ ദേശീയ ഗാനമുള്ളത് ഏത് രാജ്യത്തിലാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.